സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന LPST റാങ്ക് ഹോൾഡേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ മാറ്റിപ്പറയുന്ന സമീപനമാണ് മുഖ്യമന്ത്രി VD സതീശൻ സ്വീകരിക്കുന്നതെന്ന് K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. LPST ഉദ്യോഗാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് യുവമോർച്ച സമരമുഖത്തെത്തിയത്. GPO ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റ് മുന്നിലെ സമര കവാടത്തിൽ വെച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡിന് മുന്നിലെത്തിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. സമാധാനപരമായി പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ബലപ്രയോഗം നടത്തി. ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമായി. പ്രതിഷേധം കനത്തതോടെ 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. DYFIയും യൂത്ത് കോൺഗ്രസും റാങ്ക് ഹോൾഡേഴ്സിന് പിന്തുണ അർപ്പിച്ചെത്തിയില്ലെന്നും ആദ്യം മുതൽ സമരമുഖത്തുള്ളത് യുവമോർച്ചയാണെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ഉദ്യോഗാർത്ഥികളുടെ ന്യായമായ ആവശ്യത്തിന് മുന്നിൽ മുഖ്യമന്ത്രി കണ്ണടയ്ക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് പാലിക്കണമെന്നും K. സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചു. CJP സമരക്കാരെ ജന്തർ മന്ദറിലെ സമരക്കാരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി VD സതീശൻ സ്വന്തം സെക്രട്ടറിയുടെ നടയിൽ സമരമിരിക്കുന്നവരെ കാണാൻ തയ്യാറാവുന്നില്ല. അവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ തയ്യാറാവുന്നില്ല. സമരം അവസാനിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. എപ്പോൾ നിയമനം നടത്തുമെന്ന് പറയാൻ തയ്യാറാവുന്നില്ല. വളരെ മിടുക്കനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. എന്താണെന്നറിയോ കാര്യം? PSCയുടെ അഴിമതി എന്തായാലും പുള്ളിക്ക് കുഴപ്പമില്ല. സ്വന്തം അഴിമതി കേസ് ഒരു മണ്ഡലക്കാലം കഴിയുന്നതിന് മുമ്പ് എഴുതി തള്ളിയ മിടുക്കനായ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. മാർച്ചിന് ശേഷം ഉദ്യോഗാർത്ഥികളെ സമരപ്പന്തലിലെത്തി K. സുരേന്ദ്രൻ സന്ദർശിച്ചു. ഉദ്യോഗാർത്ഥികളുടേത് ന്യായമായ ആവശ്യമെന്ന് സുരേന്ദ്രൻ വ്യക്തമാക്കി. സമരക്കാരുമായി ചർച്ച നടത്താൻ തയ്യാറാവണം. അടിയന്തരമായി മുഖ്യമന്ത്രി സമരസമിതി നേതാക്കളെ ചർച്ചയ്ക്ക് വിളിക്കണം. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണം. സർക്കാർ നടപടിക്കെതിരായ യുവമോർച്ചയുടെ പ്രതിഷേധം നാളെയും തുടരും. നാളെ രാവിലെ 11 മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ജനം, തിരുവനന്തപുരം.